ഹലോ തുണികളെ, എന്തൊക്കെ സ്വന്തനല്ലേ? പണി മാറ്റിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ സ്കൂളിലെ വാർഷികമാണ്. അതായത് ഞാൻ പഠിച്ച LP സ്കൂളിലെ വാർഷികം. 4ാം ക്ലാസ് വരെ ഈ സ്കൂളിലായിരുന്നു പോയിരുന്നു. അപ്പോൾ പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തിട്ട് ഫസ്റ്റ് വാർഷികമാണ്, 72ാമത്തെ വാർഷികമാണ്. അപ്പോൾ എന്തായാലും വാർഷികം അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട്. ഗാനമേള ട്രൂപ്പൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പോട്ടെ. എന്തായാലും സ്കൂളും കളറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സ്കൂൾ കാണാൻ പറ്റിയിട്ടില്ല. നമ്മളെ തിരക്കിൻ്റെ അടിയിൽ, തിരക്ക് പറഞ്ഞാൽ പണിയാണ്, അല്ലാതെ വേറെ തിരക്കൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടൊന്നും പോകാൻ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് പോയി നോക്കാം, മൊത്തത്തിൽ എന്താ സെറ്റപ്പ് നോക്കാമല്ലോ. എൻ്റെ ചെറുക്കന് സ്കൂള് അങ്ങോട്ട് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഓനെ വേറെ സ്കൂളിൽ ചേർത്തിരുന്നു. അപ്പോൾ സ്കൂൾ കണ്ടപ്പോൾ ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേർക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ സ്കൂൾ എന്തൊക്കെ കാട്ടിക്കണമെന്നൊക്കെ ഒന്ന് ചെന്ന് നോക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ മാനേജർ 1-2 വട്ടം വീട്ടിലൊക്കെ വന്നിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഓനെ അങ്ങോട്ട് ആക്കിയാലോ എന്ന്. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നതല്ലേ, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ അവിടെ സീനിയർ ടീച്ചേഴ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച മാതിരിയല്ല, നമ്മൾ പഠിച്ചിട്ടിപ്പോൾ കറങ്ങണ കസേരയിലാണ്, പക്ഷേ തൻ്റെ മുകളിൽ സൂര്യൻ ഉണ്ടെന്നുള്ളൂ. അതെന്തായാലും ആകോട്ടെ. അപ്പോൾ നമുക്കേ ഒന്ന് കാണാം. കൂട്ടത്തിൽ ഞാൻ കാണുമ്പോൾ നിങ്ങളും കൂടി കണ്ടോളി. പൊളിക്കല്ലേ? അപ്പോൾ ശരി, നമുക്ക് പോവാം. അവിടെ എന്തായാലും എത്തുമ്പോൾ രാത്രിയാവും. അപ്പോൾ ഇവിടുന്ന് പോകണുള്ളൂ. അപ്പോൾ സ്കൂളിൻ്റെ അവസ്ഥ എന്താണെങ്കിലും നിങ്ങൾക്കും കൂടി കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ സ്കൂള്, AM LP സ്കൂൾ പുളിക്കൽ പറമ്പ. എന്തായാലും പരിപാടി ജോറായിട്ട് നടക്കുന്നുണ്ട്. കുട്ടികളെ പാർക്കാണത്, നേരെ കയറിയ പാർക്കാണ് കാണാൻ കഴിയുന്നത്. കുട്ടികളൊക്കെ ഇപ്പം തന്നെ ആർമാദിക്കാണ്. ഫുട്ബോൾ കളിക്കല ടർഫുണ്ട് അപ്പുറത്ത് കണ്ടങ്ങൾ. മൊത്തത്തിൽ കളർഫുൾ ആയിക്കണം. ക്ലാസ് റൂമിൻ്റെ അവസ്ഥ എന്താണെന്നാവല്ലേ, എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് മൊത്തം ഒന്ന് കണ്ടിട്ട് തന്നെ വേറെ കാര്യമുള്ളൂ. കുട്ടികളൊക്കെ ഫുള്ള് ഇതിനുള്ളിൽ കൂടി തന്നെയാണ്. പരിപാടി അവിടെ നടന്നുകൊണ്ടൊക്കെയുണ്ട്, പ്രസംഗവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ക്ലാസ് റൂമൊക്കെ ഒന്ന് പോയി നോക്കാം. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല, അടിയത്തെ പണി കഴിഞ്ഞിട്ടുള്ളൂ. മുകളിൽ ഇനി എന്തൊക്കെ പണികളുണ്ട്. സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ. ക്ലാസ് റൂം കണ്ടങ്ങൾ. ഇനിയിപ്പോൾ കുട്ടികളിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവില്ല. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇനി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കൊടുന്ന് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇപ്പം നല്ലോണം കഷ്ടപ്പെട്ടു പോകും. അന്ന് നമുക്ക് ഇൻ്റർവെല്ലിന് ഇഷ്ടം. എന്തായാലും ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ പഠിച്ചാൽ മതി, എല്ലാ സംവിധാനവും ഉണ്ട്. നമ്മളോട് അന്ന് ഉമ്മ പഠിച്ച് നല്ല നിലയിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്കന്ന് തലയിൽ കയറിയില്ല. ഇനിയുള്ള കുട്ടികളെങ്കിലും നേരെ പഠിച്ചോളി. അപ്പോൾ എന്തായാലും അക്ഷരമാലൊക്കെ ഉണ്ട്. ആ ഈ എന്താല്ലേ സംഭവം തെറ്റായില്ലേ? അപ്പോൾ എന്തായാലും പരിസരത്തുള്ള കുട്ടികളൊക്കെ ഇവിടെ തന്നെ കൊടുന്ന് ചേർത്തോളി. ക്ലാസ് റൂം വെറൈറ്റി ആയിട്ട് ഉണ്ട്. ഇനി മുകളിലൊന്ന് പോയി നോക്കാം. മുകളിൽ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നത്. എന്തായാലും വർക്ക് നടന്നുകൊണ്ടൊക്കെ ഉണ്ട്. രാത്രിയും പകലൊക്കെ പണിയാണ്. സ്കൂൾ തുറക്കുമ്പോഴേക്കും ഫുള്ള് വർക്ക് തീർക്കാനുള്ള തത്രപ്പാടിലാണ്. ഇതിൻ്റെ മുകളിലൊന്നും ആരുമില്ല തോന്നുന്നുണ്ട്. സംഭവം വേറെ ലെവലായി. മുകളിലത്തെ ക്ലാസ് റൂമുകളൊക്കെ പൂട്ടിയിട്ടിരിക്കണം. അപ്പോൾ എന്തായാലും കാണാൻ പറ്റില്ല, വർക്ക് ഫുള്ള് കഴിയാത്തതുകൊണ്ടാവും. എന്തായാലും ഇനി ഇതിൻ്റെ മുകൾക്ക് വേറെ ഉണ്ടോ എന്ന് പോയി നോക്കാം. മോൾക്ക് ഇനി ഇല്ല സംഭവം. അവിടെ ഷീറ്റിട്ട് ക്ലോസ് ആണ്. എൻ്റെ കുട്ടി വെറുതെ അല്ല സ്കൂൾക്ക് വരണമെന്ന് പറയുന്നത്. മൊത്തത്തിൽ കളർഫുൾ ആയിക്കണം. അപ്പോൾ നിങ്ങളെ കുട്ടികളൊക്കെ ചേർക്കാണ്ടെന്നുണ്ടെങ്കിൽ വേഗം കൊടുന്ന് ചേർത്തോളി. ഒരു ചിലവുമില്ല. പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. കുട്ടികളങ്ങോട്ട് അയച്ചാൽ മതി. ഉമ്മറത്തേക്ക് വണ്ടി ഒരു അതിൽ കയറ്റി വിടുക. പാടത്ത് പരിപാടി ജോറായിട്ട് നടക്കുന്നുണ്ട്. ഗാനമേള ലാസ്റ്റാണ്. പണ്ട് മദ്രസിൽ ഉമ്മർമാഷ് ജസീറലിൻ്റെ പാട്ടുണ്ട് പറഞ്ഞാണ്ട് ഇങ്ങനെ ആൾക്കാരെ പിടിച്ചു നിർത്തും. എന്നിട്ട് ലാസ്റ്റൊക്കെ എൻ്റെ പാട്ട്. അതേമാതിരി ഇപ്പോൾ ഗാനമേള ലാസ്റ്റ് വെച്ചിരിക്കുന്നത് എല്ലാവരും ഉറങ്ങാതെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇനി വീഡിയോ എടുത്ത് കണ്ട് ഇങ്ങനെ നിൽക്കണില്ല. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. കുട്ടികളെ വേഗം കൊടുത്ത് ചേർത്തോളി. ഓക്കെ.